ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആണേ. വെളുത്തുള്ളി നമ്മൾ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ ഒന്ന് വെളുത്തുള്ളി അച്ചാറൊന്ന് ഇടാമെന്ന് കരുതിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി അന്ന് തന്നെ കഴിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള വെളുത്തുള്ളി അച്ചാറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു. അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് പെട്ടെന്നൊന്ന് ഇച്ചിരി ഒന്ന് വാടിക്കിട്ടാനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവ ഇത്രയുമാണ് ഞാൻ ചേർത്തത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടും ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. അപ്പോൾ അത് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഒരല്പം 2 ടേബിൾ സ്പൂൺ മാത്രം വിനാഗിരി ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച പച്ചവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ചതിന് ശേഷം മാത്രം ചേർക്കുക. ഇനി അത് ഇറക്കാറായി വരുന്ന സമയത്ത് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് കുഞ്ഞു തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ. ഇത് നമ്മൾ റെഡിയാക്കുന്നത് അന്ന് തന്നെ കഴിക്കാൻ പറ്റും. ഒരാഴ്ച കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യണം, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.